ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്, നിങ്ങളൊരു നെറ്റിപ്പട്ടം മേക്കിംഗ് ബിഗിനർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആരും തന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ 3 ഫീറ്റ് നെറ്റിപ്പട്ടം. അപ്പോൾ ഇത് നമ്മൾ പുതുതായിട്ടൊരു ഓർഡർ വന്നപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ബോൾസ് നമുക്ക് റിട്ടേൺ വന്നതാണ്. കാരണം പെയിൻറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ വന്ന ബോൾസുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് നടുഭാഗത്തായിട്ട് കാണാം, ഒരു വൈറ്റ് ഷെയ്ഡിൽ ഇതിൻ്റെ പെയിൻറ്റ് പോയ പോലത്തെ ഇത് കാണാവുന്നതാണ്. അപ്പം ഏകദേശം ഈ കസ്റ്റമർ ഇത് ഒട്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേസ്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പ്ലേസ് ചെയ്ത് ഏകദേശം ഇതുപോലെയാണ്. ഈ ചന്ദ്രക്കലേൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പോലെയാണ് അവർ ഡിസൈൻ ചെയ്തിരുന്നത്. ആദ്യം അവർ ചെയ്തിരുന്നത് അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ബോൾസിന് ഇടയിലൊക്കെ മൂപ്പർ വെച്ചിരുന്നു. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈ ത്രിമുഖത്തിൻ്റെ മുകളിലും നമുക്ക്, അതായത് ആ പാർട്ടിയുടെ അടുത്തുണ്ടായിരുന്ന ത്രിമുഖത്തിൻ്റെ മുകളിലും പെയിൻറ്റ് പോയിരുന്നു. പിന്നെ അതുമാത്രമല്ല, അവർ ഇതിന് മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ബോൾസും ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഈ ബോൾസ് എല്ലാം ഒട്ടിച്ചുകൊണ്ടും ഈ സാധനം ഈ റിട്ടേൺ വന്നതുകൊണ്ടുമാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ കാരണം ഇതെങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ പാർട്ടിനോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് നമുക്ക് ക്ലിയറായ സംഭവം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ നെറ്റിപ്പട്ടം, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വർക്കിന് വേണ്ടിയിട്ട് പുള്ളി ഈ സാധനം ഇങ്ങനെ തിരിച്ചിടുകയുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ മറച്ചിടുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അവർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫൈനൽ വർക്ക് ചെയ്ത നെറ്റിപ്പട്ടം, അതായത് ഇതിൻ്റെ ബോൾസ് എല്ലാം ജസ്റ്റ് കാണിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഈ ബോൾസ് എല്ലാം അവർ ആദ്യമേ ഒട്ടിച്ചിരുന്നു. അപ്പോൾ ഈ ഒട്ടിച്ചിരുന്ന ബോൾസോട് കൂടിയിട്ട് അവർ ഈ നെറ്റിപ്പട്ടം ഇങ്ങനെ മറച്ച് ഇടുകയുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ മറച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ ത്രിമുഖവും ഇതിൻ്റെ എല്ലാ ബോൾസും നിലത്ത് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, അതായത് റഫുള്ള ഏരിയയിൽ അവർ ഇത് വെച്ചത് കൊണ്ട് മാത്രമാണ് ഈ കാണുന്ന എല്ലാ സാധനങ്ങളുടെ പെയിൻറ്റും ഇത് ആദ്യമാണ് ടച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പെയിൻ്റ് അടക്കം എല്ലാ സാധനത്തിൻ്റെ പെയിൻറ്റ് പോകാനുള്ള കാരണം. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നെറ്റിപ്പട്ടം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധനം മറച്ചിടുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ പിന്നീട് മാറ്റേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഈ സാധനത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റിട്ടേൺ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെക്ക് ചെയ്ത്. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.